ആ പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനല്ല അതിന്റെ ഉത്തരവാദി. ദേവി ഇതെന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഇല്ല അങ്ങനെ ഇല്ല, അയ്യോ അങ്ങനെ ചെയ്യല്ലേ. ആരാ? എന്താ പ്രശ്നം? അത് ഒന്നുമില്ല. ഇല്ല പറയാ, എന്താ പ്രശ്നം? എന്താ എനിക്കറിയണം, എന്താണത്? അത് നമ്മളെ വർക്കിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ശ്രുതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഓളെ പെർഫോമൻസ് അത്ര മെച്ചല്ലാത്തതുകൊണ്ട് പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് പിന്നെ ഓളെ കട്ട് ചെയ്ത് കളഞ്ഞു, ആ ക്യാരക്ടറെ ഇല്ലാണ്ടാക്കി. അപ്പൊ അതിനിപ്പോ ഓൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഓളോട് മോശമായിട്ടൊക്കെ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഓള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ പറയാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഓളിപ്പോ വിളിച്ചിട്ട് കേൾക്കണം അവള് പറയുന്നത്. ഈ വിശ്വസിക്കാൻ വേറെ ഒന്നുമില്ല. ആയിക്കോട്ടെ, ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഓളെന്നെ വിളിക്കണം. ആ വിളിക്കണം. സാറേ, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്യും, സാറിന്റെ പേരിൽ കേസ് കൊടുക്കുകയും ചെയ്യും. എന്താണ് നിന്റെ പേര്? എവിടെയാ സ്ഥലം? ബാലുശ്ശേരി. എടി, എന്റെ ഭർത്താവ് നിന്നോട് എന്താണ് അപമര്യാദയായിട്ട് പെരുമാറിയത്? എന്താ പെരുമാറിയത്? നീ എന്താ വിചാരിച്ചേ? കള്ള കേസ് കൊടുത്തതിനെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നുള്ള ധൈര്യമായിരിക്കും നിനക്കല്ലേ? എടി, നിന്നെ പോലെ ഞാനൊരു പെണ്ണാടി. ആണുങ്ങൾ എന്തെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ നിനക്ക് പ്രശ്നമുള്ളൂ. എടി, പെണ്ണായ ഞാൻ വരും, നിന്റെ കയ്യും കാലം അടിച്ചൊടിച്ചിടും. മനസ്സിലായല്ലോ? മോന്തേന് ഷേപ്പ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അഭിനയിക്കാൻ പോണ്ടി വരില്ല. കേട്ടല്ലോ? ഇനി മേലാൽ കേസ് കൂട്ടൊന്നും പറഞ്ഞിട്ട് പുള്ളിയെ വിളിച്ച് വേർപ്പിച്ചാലുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു. മനസ്സിലായല്ലോ? കേസുണ്ടോടി നിനക്ക് കേസുണ്ടോന്ന്? ഇല്ല ചേച്ചി. എന്നാ വെക്കടി ഫോണ്. സോറി. താങ്ക് യു. ഞാൻ ഓളോട് പറഞ്ഞൊന്നും കണക്കാക്കണ്ട. ഇനി ഇതൊരു സ്വാതന്ത്ര്യമായി കണ്ട് ലൊക്കേഷനിൽ നിന്ന് പെണ്ണുങ്ങളോട് കൊഞ്ചാനും കഴിയാനൊന്നും നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഇതൊക്കെ പണ്ട് കൊട്ടേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് സഹിച്ചാൽ മതിയല്ലോ, മറ്റേത് ഒഴിവായി കിട്ടിയല്ലോ. മൂപ്പരങ്ങനെയൊന്നും പോകൂലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പിടുത്തം അത് എപ്പോഴും നമ്മളെടുത്തുണ്ടായിരിക്കും.